തേവലക്കര സ്കൂളിലേക്ക് ഇപ്പോൾ മന്ത്രിമാർ എത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ സംസ്ഥാനമെങ്ങും തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ, പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മന്ത്രിമാർക്കെതിരെ നടത്തുന്നത്. വലിയ തരത്തിൽ സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം കൊല്ലത്ത് സ്കൂളിന് മുന്നിലുമൊക്കെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥലം സന്ദർശിക്കുകയാണ്. ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഒടുവിൽ മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. നേരിട്ട് തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ നിന്നുള്ള ചിഞ്ചുറാണിയുടെ പരാമർശമൊക്കെ ഒരു ഭാഗത്ത് വലിയ വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിമാർ കനത്ത സുരക്ഷയിൽ ഇപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മന്ത്രിമാർ കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് ഇവിടെ നേരിട്ട് എത്താൻ കഴിഞ്ഞില്ല. അത്രത്തോളം വലിയ പ്രതിഷേധം ഈ സ്കൂളിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി കൂടുതൽ സുരക്ഷയോടുകൂടി ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി കെ.എൻ. ബാലഗോപാലിനൊപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ആ അപകടം മുറിയിലേക്കും ആ സ്കൂളിന്റെ ശോചനീയാവസ്ഥ എന്താണെന്ന് നേരിട്ട് വിലയിരുത്താനായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. CPM-ന്റെ ജില്ലയിലെ എല്ലാ പ്രമുഖ നേതാക്കളിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു എത്തിയിരിക്കുന്ന ആ ഷെഡിന്റെ ഭാഗത്തേക്കും അദ്ദേഹം പോകുമ്പോൾ സൈക്കിൾ ഷെഡിലേക്ക് അദ്ദേഹം ാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സ്കൂളിലും പരിസരത്തും ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും മന്ത്രി ഇവിടെ സന്ദർശനം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് പോകുമെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം നിലവിലെ സാഹചര്യത്തിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ അനാസ്ഥയിൽ പരസ്പരം പഴിചാരുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അദ്ദേഹം വളരെ ശക്തമായ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോയി തിരികെ വരാം. രുചിഷ്. ശരി ഷമീർ, എന്തായാലും സ്ഥലത്ത് മിഥുൻ മരിച്ച ആ ഷെഡിന് സമീപത്ത് മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. ആ സ്ഥലം മന്ത്രിമാർ നേരിട്ട് ആ സ്ഥിതി വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും മറ്റ് ആളുകളോടുമായി ചോദിച്ചറിയുകയാണ്. സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ അറിയിച്ചിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടായ പശ്ചാത്തലത്തിൽ നേരിട്ട് തന്നെ ഇക്കാര്യം വിലയിരുത്തി ഒരു നടപടിയിലേക്ക് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. മാനേജ്മെന്റ് നടപടിയെടുത്തില്ലെങ്കിൽ അത് സർക്കാർ കൈക്കൊള്ളും. സർക്കാരിന് വേണമെങ്കിൽ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ആ സ്കൂളിൻ്റെ ഭരണസമിതി ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ടെന്ന് മറക്കരുതെന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കി. അത്രമാത്രം തീവ്രമായ ഒരു പ്രതികരണമായിരുന്നു വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോകേണ്ടി വരും. ആ സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. കാരണം സംസ്ഥാനമാകെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ എല്ലാം കൺമുന്നിൽ ഒരു കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ ഷോക്കേറ്റ് മരിക്കുന്ന ദൃശ്യം അത് കേരളത്തിൻ്റെ മനസാക്ഷി ആകെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സ്കൂളിലേക്ക് പോയി ആ സ്കൂളിൽ ഒരു അപകടമുണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും വർഷങ്ങളായി തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. വകുപ്പുകൾ പരസ്പരം ഇക്കാര്യം നേരത്തെ അറിയുന്ന ആളുകൾ തന്നെ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കൊല്ലം തേവലക്കര സ്കൂളിൽ ഉണ്ടായത്. ഇപ്പോഴും ആരാണിതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇരു വകുപ്പുകളും തയ്യാറായില്ല എന്നതാണ്. സ്കൂൾ അധികൃതർ അത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടുമ്പോൾ തിരിച്ച് സ്കൂളിൻ്റെ അനാസ്ഥ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ തന്നെ തീരുമാനം അറിയിച്ചിരുന്നു. ഈ
ലൈനുകൾ മാറ്റാനുള്ള നടപടികളിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചിരുന്നു എന്നൊക്കെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. എന്തായാലും ആ അനുമതിയില്ലാതെയാണ് ഷെഡ് കെട്ടിയത് എന്നാണ് വൈദ്യുതി വകുപ്പിൻ്റെയും വിശദീകരണം വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കടുത്ത നടപടിയിലേക്ക് തന്നെ സർക്കാർ പോകുമെന്നുറപ്പാണ്. ആ സ്ഥലത്തേക്ക് മന്ത്രിമാർ ഇപ്പോൾ പോവുകയാണ്. ഇങ്ങോട്ടോ ഇത് നിന്ന് പോലും അതൊന്ന് പോക്കാം. അവരോട് പറയാനുള്ള അവിടെ വെച്ച് പറഞ്ഞു അന്വേഷക റിപ്പോർട്ടും പൈസ കൊടുക്കുന്നത് പിന്നെ അവൻ്റെ വീട് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേര് കെട്ടിയിരിക്കുന്ന പോലെ തടി ഇപ്പുറത്തും ഉണ്ടായിരുന്നു. അത് പിന്നെ അവര് അപ്പുറത്ത് ആ സൈഡിലുള്ള ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടിയായിരുന്നു എടുക്കാൻ വേണ്ടി തടി പൊളിച്ചതാണ്. ഇതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടായിരുന്നു. ഇത് പൊളിച്ചു ആ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചത്. നടക്കുകയാണ്. ഉന്നത അങ്ങോട്ട് മന്ത്രിമാർ സ്കൂളിലെ എല്ലാ പ്രശ്നങ്ങളും അത് പരിശോധിക്കുകയാണ്. നേരത്തെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ സ്കൂളിൽ വലിയ അപര്യാപ്തതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മന്ത്രിമാർ ആ വിഷയങ്ങൾ നേരിട്ട് തന്നെ അറിയുകയാണ്. MLA കോവൂർ കുഞ്ഞുമോനും അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്കൊപ്പം നേരിട്ട് തന്നെ ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ നേരിട്ട് തന്നെ വിലയിരുത്തുകയാണ്. നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ തരത്തിൽ സാമ്പത്തികമായി തന്നെ സഹായിക്കുന്ന തരത്തിൽ സർക്കാർ നേരിട്ടിടപെടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമയത്താണ് ഒരു സ്കൂളിൽ ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സർക്കാരിനാകെ തന്നെ നാണക്കേടാകുന്ന ഒരു സാഹചര്യം, സംസ്ഥാന സർക്കാരിനാകെ വലിയ തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എല്ലാം തന്നെ
വിദ്യാഭ്യാസ മന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നേരിട്ട് തന്നെ അവർക്കെതിരെ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ മന്ത്രിമാരിൽ നിന്ന് പ്രത്യേകിച്ച് ചിഞ്ചുറാണി അടക്കമുള്ള അവരുടെ ഇടയിൽ നിന്ന് വന്ന വാക്കുകൾ അതുകൂടി വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിമാർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ധനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂളിൽ തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലാണ് സ്കൂളിനെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുക എന്നത് കൂടി ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി ചർച്ചയാകും. പ്രത്യേകിച്ച് അതിനിടയിൽ എന്തൊക്കെ നടപടികളിലേക്ക് മന്ത്രിമാർ ഉടൻ പോകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ നടപടിയിലേക്ക് പോകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എങ്കിൽ കൂടി ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങളായി വൈദ്യുതി വകുപ്പാകട്ടെ വിദ്യാഭ്യാസ വകുപ്പാകട്ടെ അതിനിടയിലെ ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായത്. ആരാണ് മിഥുൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ മാത്രം ഒരു നടപടിയിലേക്ക്, ഒരു അന്വേഷണത്തിലേക്ക്, ഒരു കേസിലേക്ക് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ കേസ് ആർക്കൊക്കെ എതിരെ കേസെടുക്കണം എന്ന കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ആ തരത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ ആക്കണം എന്ന തരത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. കടുത്ത നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യും എന്ന പ്രഖ്യാപനം മാത്രമാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രിമാർ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ വിലയിരുത്തലിന് ശേഷം ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.